നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 4-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിൽ വരെ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4-ാം ഭാവാധിപനായ ഗ്രഹം 6-ൽ നിന്നാൽ എന്ത് ഫലമാണ് തരുന്നത് എന്നുള്ളതാണ്. 4-ാം ഭാവാധിപൻ 4th ഹൗസ് ലോർഡ് ഇൻ 6th ഹൗസ് എന്തൊക്കെയായിരിക്കും? ഇമോഷണൽ വെൽബീയിങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എവിടെയൊക്കെയായിരിക്കും? 4-ാം ഭാവം സമാധാനമാണ്, സ്വസ്ഥതയാണ്, മനസ്സിൻ്റെ സ്വസ്ഥതയാണ്, സുഖമാണ്. അത് 6-ലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഡെയിലി റൊട്ടീനുകളിലും ഡെയിലി ഹാബിറ്റുകളിലും അവർക്കൊരു ചേർച്ച ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, കുറച്ച് അസ്വസ്ഥതകളുണ്ടാവും. അമ്മയോ അമ്മയുടെ വീട്ടുകാരോ നിമിത്തം ശത്രുതയോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുന്നതായിട്ടും അനുഭവത്തിൽ കാണാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവസ്ഥകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഡൈനാമിക്സ്, ആ ഒരു സുഖം, ആ അനുഗ്രഹമൊക്കെയാണ് അവരുടെ ഹെൽത്തിനെയും അവരുടെ മെൻ്റൽ അവസ്ഥകളെയും മനസ്സിൻ്റെ ഒരു അവസ്ഥകളെയും അതുപോലെ തന്നെ അതാണ് ഇവരുടെ പല കാര്യങ്ങളും ഷേപ്പ് ചെയ്യുന്നത്. പൊതുവെ 4-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുന്നത് പൂർവ്വന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെപ്റ്റുകളാണ് പറഞ്ഞത്. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള ചില ദുഃഖങ്ങളുടെ അല്ലെ അമ്മയുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് 4-ാം ഭാവം പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ദുഃഖങ്ങളാണ് 4-ാം ഭാവാധിപൻ 6-ൽ നിന്നാൽ നമുക്ക് ഈ ജന്മം കിട്ടുക എന്നൊരു അഭിപ്രായമുണ്ട്. ഞാൻ എന്തായാലും വ്യാഴം 6-8-12 നിൽക്കുന്ന ഇത് പറഞ്ഞ സമയത്ത് പാസ്റ്റ് ലൈഫിൻ്റെ ചില കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ അന്ന് വിട്ടുപോയി. അത് 2-6-8-12 നിൽക്കുന്ന വ്യാഴം തരുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അത് നമുക്ക് ആ സമയത്ത് അതിൻ്റെ ഒരു 6, 8, 12 എന്നീ ഭാവങ്ങളിൽ വ്യാഴം വരുന്നത് എന്തുകൊണ്ടാണ്, പൂർവ്വത്തിൽ അവരെന്ത് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് ഞാൻ വീഡിയോയിൽ പറയും. ഇപ്പം നമുക്ക് 4-ാം ഭാവാധിപൻ 6-ൽ നിന്നാൽ പൊതുവെ അമ്മ വഴിയൊക്കെ ഒരു അസ്വസ്ഥതയൊക്കെ ആയിരിക്കും ജാതകന്, അല്ലെങ്കിൽ കുടുംബപരമായിട്ടൊക്കെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടുന്ന ഇച്ചിരി കുറവായിരിക്കും കേട്ടോ. ഇനി 4-ാം ഭാവാധിപൻ 7-ൽ നല്ല പാർട്ട്ണർഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അല്ല അമ്മ കൊണ്ടുവരുന്നതായിട്ടുള്ള വിവാഹം കഴിക്കാനുള്ള ഭാഗ്യമുണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിന് ചേരുന്ന കുടുംബവുമായിട്ട് ബന്ധമുള്ള ഒരാളെ കല്യാണം കഴിക്കാം. ചിലപ്പം മിക്കവാറും ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് രണ്ടുപേരും തമ്മിൽ. 4-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഫാമിലിയാണ്, നമ്മുടെ പാരമ്പര്യമാണ്. അത് 7-ലേക്ക് വരുമ്പം 7 എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിനെ ഈ ഫാമിലി വാല്യൂസും അതുപോലുള്ള കാര്യങ്ങളും ഷേപ്പ് ചെയ്യുകയും ചെയ്യും. കുറച്ച് ഇമോഷണലായിരിക്കും, ഇമോഷണൽ കണക്ഷനുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ്. കുറച്ച് ഫാമിലിയോടും കുടുംബത്തോടും ഭർത്താവിനോടും ഭാര്യയോടും ഒക്കെ കുറച്ച് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും 4th ഹൗസ് ലോർഡ് പ്ലേസ്മെൻറ്റ് 7ൽ വന്നാൽ കേട്ടോ. അടുത്തത് 4th ഹൗസ് ലോർഡ് 8ൽ വന്നാൽ എന്താണ്? 4ൻ്റെ 5 8. എന്നാൽ ലഗ്നാൽ 8-ാം ഭാവത്തിൽ 4-ാം ഭാവാധിപൻ പോകുന്നത് ഇമോഷണൽ ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന അവരിലേക്ക് എത്തിച്ചത് ഫാമിലിയിൽ നിന്നുമൊക്കെയുള്ള ഒരുപാട് ട്രോമാറ്റിക് എക്സ്പീരിയൻസുകളിൽ നിന്നായിരിക്കും. ഫാമിലി, അമ്മ, അതുപോലുള്ളവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള അമ്മ, അമ്മാവൻ, കുടുംബത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരുപാട് ട്രോമാറ്റിക് എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ടായിരിക്കും ഇന്ന് അവർ റിബലായിട്ട് കാണുന്നത്. 4th ഹൗസ് ലോർഡ് 8ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിബൽ സ്വഭാവം ഉണ്ടാവും. അവരത്ര ഇമോഷണൽ ആവാനുള്ള സാധ്യത, ഇമോഷൻസ് ഉള്ളിലുണ്ടാവും, പക്ഷെ അധികം പ്രകടിപ്പിക്കത്തില്ല, അധികം അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടാവില്ല. അതിന് കാരണം അവരെ അങ്ങനെ ബിൽഡ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സൊസൈറ്റിയും അതോടൊപ്പം തന്നെ അവർ വളർന്ന സൊസൈറ്റിയും അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയുമാണ്. അപ്പോൾ അമ്മയുമായിട്ടൊക്കെയുള്ള കണക്ഷൻ കുറയും, അമ്മയുമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടാകും, അമ്മയുമായിട്ട് ചേരാതെ വരും, പരദേവതാ കോപം ഉണ്ടാകും, പരദേവത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും, കുടുംബക്ഷേത്രം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അങ്ങനെ കുറേ വിഷയങ്ങൾ അതിനകത്ത് വരാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഒബ്സസീവായിട്ടുള്ളൊരു ബിഹേവിയർ ആയിരിക്കും, ഇമോഷണൽ ടർമോയിലിനകത്ത് കിടന്നിട്ട് അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് 4-ാം ഭാവാധിപൻ 8-ൽ നിൽക്കുകയും അതിൻ്റെ ദശയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഈശ്വര കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അത് ഏതൊക്കെ ഗ്രഹമാണെന്നുള്ളത് നോക്കിയിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം. ഏതൊക്കെ ഭാവാധിപനാണോ 6-ലും 8-ലും 12-ലും പോയിട്ടുള്ളത് അതാത് കാരകത്വത്തിലെ വിഷയങ്ങളിൽ ചില പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ 5-ാം ഭാവാധിപൻ 6-ൽ പോയ സന്താനങ്ങളോ പ്രണയമോ ഒക്കെ നിമിത്തം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, വലിയ വീഴ്ചകൾ വരാം. അപ്പം
അതിന് വേണ്ട ഈശ്വര കാര്യങ്ങളും സുഹൃതങ്ങളും ചെയ്തോളുക, കുറേ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് പോക്കുക. 4-ാം ഭാവാധിപൻ വീട്, വണ്ടി, വാഹനം ഇത്യാദി വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് അത് 6, 8, 12 പോയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക കുറേയൊക്കെ. എന്നിട്ട് ഭഗവാനെ ആശ്രയിച്ച് ഈശ്വര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെയൊക്കെ നമ്മളെ പ്രവചനങ്ങളെ തകർത്ത് കളയുന്നത് വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി, വ്യാഴത്തിൻ്റെ നക്ഷത്രം, ബലവാനായിട്ടുള്ള യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിൽ യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ യോഗം, ഇതൊക്കെ ഒരുപാട് ദോഷങ്ങളെ കുറയ്ക്കും കേട്ടോ. പൊതുവേ ഈ 6-ാം ഭാവാധിപൻ തിരിച്ച് 4-ൽ നിൽക്കുകയും 4-ാം ഭാവാധിപൻ വക്രമാവുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞ ജന്മത്തിലും ഇതേ കുടുംബത്തിൽ തന്നെ ജനിച്ചിരുന്നെന്നും അവരുടെ പാരമ്പര്യം ഒരു ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ആ ഫാമിലിയിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഇൻകംപ്ലീറ്റഡ് ഡെക്റ്റ് തീർക്കാൻ വേണ്ടിയാണ് ജനിക്കുന്നതെന്നുമാണ് പറയുന്നത്. അപ്പം 4-ാം ഭാവാധിപൻ 8-ൽ നിൽക്കുന്ന ഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കാട് കയറി വേറെ വഴിക്ക് പോകും. അപ്പം റെട്രോഗ്രേഡ് ആവുകയും 6th ഹൗസ് ലോഡ് 4th നിൽക്കുകയും അത് 4th ഹൗസ് ലോഡ് റെട്രോഗ്രേഡ് ആവുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ഫാമിലിയിലുള്ള പുനർജന്മമായിരിക്കും. അപ്പോൾ അവരുടെ ജീവിതം ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു റിപ്പീറ്റേഷൻ പോലെ ഫീൽ ചെയ്യും. ആരൊക്കെയോ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ലോ എന്നുള്ള തോന്നൽ വരും. നമ്മളത് ഒബ്സർവ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടത് കിട്ടുകയും ചെയ്യും. അടുത്ത 4th ഹൗസ് ലോഡ് ഇൻ 9th ഹൗസ്. 9th ഹൗസിൽ 4th ഹൗസ് ലോഡ് നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. അമ്മയുടെ ഫാമിലി വഴിയും അല്ലെങ്കിൽ അച്ഛൻ വഴിയും ഒരുപാട് വാല്യൂസ് കിട്ടാം. അതുപോലെ തന്നെ പരദേവതയെ ഉപാസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവാം. അതുപോലെ തന്നെ 4-ാം ഭാവാധിപൻ 9-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തീർത്ഥയാത്രയ്ക്കുള്ള സാധ്യതകളൊക്കെ 4-ാം ഭാവം വഴി വരും, അമ്മ വഴി വരും, അല്ല അമ്മയുടെ കുടുംബം വഴി വരും. സുഹൃത കാര്യങ്ങൾ, ഭാഗ്യമൊക്കെ അമ്മയുടെ കുടുംബം വഴി വരും. 4-ാം ഭാവാധിപൻ 9-ൽ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ വഴിയൊക്കെയുള്ള ഗുണാനുഭവങ്ങൾ വരും. അങ്ങനെ ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉള്ളതാണ്. 4-ാം ഭാവാധിപൻ 9-ൽ പൊതുവേ നിൽക്കുന്ന ജാതകന് നല്ലതാണ്. പക്ഷേ 4-ാം ഭാവാധിപൻ 9-ൽ 9-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുന്നത് ജാതകൻ്റെ അച്ഛനമ്മമാർ തമ്മിലുള്ള പൊരുത്തക്കേടാണെന്നാണ് ഒരു ഇത്. അത് ഭാവാത്ഭാവ ചിന്തനയാണ്, അത് നമുക്ക് പിന്നീട് അത് നോക്കാം. പക്ഷെ പൊതുവിൽ 4-ാം ഭാവാധിപൻ 9-ൽ നിൽക്കുന്നത് ഗുണമായിട്ട് വരും. അപ്പം ചോദിക്കും, അച്ഛനമ്മമാരുടെ പൊരുത്തക്കേട് വന്നാൽ അത് ട്രോമയായിട്ട് വരില്ല എന്ന്. ഇവർക്കത് ബാധിക്കത്തില്ല. 4-ാം ഭാവാധിപൻ 6-ലോ 8-ലോ നിന്നാൽ അത് ബാധിക്കും. ആ ട്രോമ ബാധിച്ച് നമ്മുടെ ക്യാരക്ടറെ അത് സ്വാധീനിക്കും. ഇവിടെ അത് ബാധിക്കത്തില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. അത് നമ്മളെ ബാധിക്കാത്തിടത്തോളം കാലം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്. ഇപ്പം 4-ാം ഭാവാധിപൻ 9-ൽ നിന്നാൽ അച്ഛനമ്മമാർ തമ്മിൽ ചിലപ്പോൾ ചില പൊരുത്തക്കേട് ഉണ്ടാവുമായിരിക്കാം. പക്ഷേ അവർ നിമിത്തം ജാതകന് ഭാഗ്യമേ ഉണ്ടാവൂ. മനസ്സിലായോ? അല്ലെ ജാതകയ്ക്ക് ഭാഗ്യമേ ഉണ്ടാവും. അടുത്തത് 4-ാം ഭാവാധിപൻ 10-ൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. 4th ഹൗസ് ലോഡ് ഇൻ 10th ഹൗസ്. ഇമോഷണൽ റെപ്യൂട്ടേഷൻ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇമോഷണൽ റെപ്യൂട്ടേഷൻ, പബ്ലിക്കിലുള്ള കിട്ടുന്ന ഇമേജ്, ജനിച്ച കാലം മുതൽ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന ബഹുമാനങ്ങൾ, വീട്ടുകാർ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലുകൾ ചെയ്യാനുള്ള ഭാഗ്യം. ഒരു സാധാരണ സൊസൈറ്റിയിൽ, നമ്മൾ ആത്യന്തികമായ തലത്തിലല്ലാതെ ഫിലോസഫിക്കലല്ലാതെ സാധാരണ ഒരു സൊസൈറ്റിയുടെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പം അത്യാവശ്യം സമ്പത്തുള്ള ഒരു കുടുംബത്തിലോ അത്യാവശ്യം പാരമ്പര്യമായിട്ട് തൊഴിലുകൾ ചെയ്യുന്ന കുടുംബത്തിലോ ഒക്കെയാണ് ഒരാൾ ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ നിന്ന്, ആ ചുറ്റുപാടുകൾക്കും നാട്ടുകാർക്കും ആ കുടുംബത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് കാരണം ഉറപ്പായിട്ടും കുറേ ബഹുമാനങ്ങൾ കിട്ടും. ഇപ്പം ഞാനൊരു ബിസിനസ് ഫാമിലിയിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട്, ഒരു ഉദാഹരണം പറയുന്ന, അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പേര് അച്ഛൻ നടത്തുന്ന ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം അച്ഛനെ കൊടുക്കുന്ന ഒരു ബഹുമാനത്തിൻ്റെ ഒരു അംശമെങ്കിലും മകനായ എനിക്ക് തരാൻ സാധ്യതയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കിട്ടാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെയാണ്, സൊസൈറ്റി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള 4-ാം ഭാവാധിപൻ 10-ൽ നിന്നാൽ പാരമ്പര്യമായിട്ട് കുടുംബത്തിൻ്റെ പേരും പ്രശസ്തി കൊണ്ടും കുടുംബത്തിൻ്റെ വീട്ടിലുള്ളവരുടെ പ്രവൃത്തി കൊണ്ടുമൊക്കെ നമുക്ക് പുറത്തു നിന്നൊരു സൽപ്പേരുകളും ബഹുമാനവും കിട്ടാം. ഇതേപോലെ തന്നെ 4-ാം ഭാവാധിപൻ 10-ൽ മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, പാപബന്ധത്തോടു കൂടിയിരിക്കുകയാണെങ്കിൽ കുടുംബക്കാർ നിമിത്തം പ്രശ്നങ്ങൾ വേറെ കിട്ടും. മോശ അനുഭവങ്ങൾ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവും. ഇത് രണ്ടും ഓർത്തോളുക. ഞാൻ ഈ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ ഓരോ ഭാവത്തിൽ പറയുമ്പോൾ അവിടെ പാപബന്ധവും മറ്റു കാര്യങ്ങളും വരുമ്പം മോശാനുഭവങ്ങളും ഉണ്ടെന്നും കൂടി ഉള്ളത് ഒന്ന് ആലോചിച്ചോണം കേട്ടോ.
അടുത്തത് 4th ഹൗസ് ലോർഡ് ഇൻ 11th ഹൗസ്, 4-ാം ഭാവാധിപൻ 11-ൽ നിന്നാലുള്ള ഫലം. ഫാമിലിയുമായിട്ട് ചേരുന്ന രീതിയിലുള്ള സുഹൃത്തുക്കളെ മാത്രമേ അടുപ്പിക്കത്തുള്ളൂ. നല്ല കാറ്റ്. പൊതുവേ 11-ാം ഭാവം എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന ഭാവമായതുകൊണ്ട് തന്നെ 4-ാം ഭാവാധിപൻ 11-ൽ നിൽക്കുന്നത് നല്ലതാണ്. വീട്, വണ്ടി, വാഹനങ്ങൾ ഇതൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. അതിൻ്റെ ദശയോ അപഹാരമോ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വണ്ടി ഉണ്ടാവും, വീടുണ്ടാവും, വാഹനം ഉണ്ടാവും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും. ഭൗതികപരമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും. സുഖത്തോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരിക്കും. റൊമാൻറ്റിക് ലൈഫിനോടൊക്കെ കുറേ താല്പര്യമുണ്ടായി. 4th ഹൗസ് ലോർഡ് 11th നിന്നാൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നല്ല റിലേഷൻഷിപ്പുകളുണ്ടാവും, നല്ല ബന്ധങ്ങളുണ്ടാവും. അത് ഫാമിലിയായിട്ടും കുടുംബത്തിന് ചേരുന്ന രീതിയിലുമായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും, അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്നതും, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്നതും ഒക്കെ. എന്നാൽ ചില സമയങ്ങളിൽ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഇവർക്ക് വരാനും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇവർ ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഫാമിലി വാല്യൂസും ഇവരുടെ ട്രഡീഷൻസുമാണ് ഇവരെ സോഷ്യൽ കണക്ഷൻസും ഇവരുടെ ഹ്യൂമാനിറ്റി പെർസ്യൂട്ട്സും ഒക്കെ ഷെയ്പ്പ് ചെയ്യുന്നത്. ഫാമിലി വാല്യൂസും ഒക്കെയാണ്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പറയാൻ. പൊതുവേ 4-ാം ഭാവാധിപൻ 11-ൽ നിൽക്കുന്നത് നല്ലതാണ്. ഇനി ലാസ്റ്റത്തേത് 4th ഹൗസിലോട് 12-ാം ഭാവത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് ഒന്ന് നോക്കാം. 4th ഹൗസിലോട് 12-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 4-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുമ്പം കുറേ ദോഷാനുഭവങ്ങൾ ഉണ്ടാവും. സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും. എന്നാൽ പോലും പരദേവതയെ നന്നായിട്ട് ആശ്രയിക്കണം കേട്ടോ. പൂർവ്വജന്മത്തിൽ അമ്മയെയും പരദേവതയെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൻ്റെയൊക്കെ ശാപമോ ദോഷമോ ആയിട്ടാണ് ഈ ജന്മത്തിൽ 12-ാം ഭാവത്തിൽ 4-ാം ഭാവാധിപൻ വരുന്നത്. അപ്പം എന്ത് ചെയ്യണം? അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ഭാഗത്തു നിന്നൊക്കെ, അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ 4-ാം ഭാവാധിപൻ 12-ൽ പോയി ബലമില്ലാതെ നിൽക്കുകയും അതുപോലെ തന്നെ പാപയോഗമൊക്കെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ട് പരാജയമായിരിക്കും. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലൊക്കെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും, ഒരു സുഖം ഉണ്ടാവില്ല ജീവിതത്തിൽ. സ്വസ്ഥത എപ്പോഴും കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ വണ്ടി നിമിത്തമുള്ള നഷ്ടങ്ങൾ, വീട് നിമിത്തമുള്ള നഷ്ടങ്ങൾ, ലോണൊക്കെ എടുത്തിട്ട് നഷ്ടം വരാം. 4-ാം ഭാവാധിപൻ വീട് നഷ്ടപ്പെട്ടു പോകാനുള്ളത്, നമുക്ക് കിട്ടേണ്ട വീടുകളോ വസ്തുക്കളോ ഒക്കെ പാരമ്പര്യമായിട്ട് കിട്ടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെ വരാം. അപ്പം ഈ 4, 6, 8, 12 മൊത്തത്തിൽ ഒരു ഇച്ചിരി പെയിൻ ഉണ്ടാക്കുന്ന ഏരിയകളാണ്. 4-ന് 6-ഉമായിട്ടും 4-ന് 8-ഉമായിട്ടും 4-ന് 12-ഉമായിട്ടും ഒക്കെ ഉള്ളൊരു കണക്ഷൻ ലഗ്നത്തിന് പെയിൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം 4-ാം ഭാവാധിപൻ 12-ൽ പോയാൽ 12 ശയനസ്ഥാനവും കൂടിയാണ്. അപ്പം സ്ത്രീ ജാതകത്തിൽ 4-ാം ഭാവാധിപൻ 12-ൽ പോയിട്ട് അവിടെ ഒരു പാപനുമായിട്ടൊക്കെ യോഗം ചെയ്യുന്നത് കുടുംബജീവിതത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു യോഗമാണ്. ഒന്നത്. രണ്ടാമത്തത് പേരുദോഷം കേൾക്കാൻ സാധ്യതയുള്ള ഒരു യോഗമാണ്. അതുപോലെ തന്നെ പല ട്രോമകൾ നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ ബിഹേവിയറിനെ ഒക്കെ കാണിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ സുഖഭാവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ 4-ാം ഭാവാധിപൻ 12-ൽ പോയത് കൊണ്ട് തന്നെ സുഖത്തെ സീക്ക് ചെയ്യും. ഒരു എക്സ്പെരിമെൻ്റ് പോലെ ആക്കരുത്. സുഖത്തിന് വേണ്ടി ആഗ്രഹിക്കും, പക്ഷേ അത് കിട്ടുന്നത് കുറവായിരിക്കും. ഫൈനലി വീട്, വണ്ടി, വാഹനം ഇത്യാദി കാര്യങ്ങളും പരദേവതകൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരാം. അപ്പോൾ ഇതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും, ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പം 4-ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാലുള്ളതിൻ്റെ ഒരു ബേസിക് ഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിനി 4-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങളിൽ നിന്നാലുള്ള ഫലവും 4-ാം ഭാവത്തിൻ്റെ ചില പ്രത്യേകതകളും കൂടി നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അതിനുശേഷം ഓരോരോ ഭാവങ്ങളെക്കുറിച്ചും പഠിക്കാം. അപ്പോൾ ആസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.